വിശ്വസതയാലും നീതിയാലും എനിക്ക് ഉത്തരം നൽകണമേ. ശത്രുവിന്റെ പ്രാണനെ പ്രദർശിപ്പിക്കുന്നു, അവരെന്നെ നിലത്തിട്ട് തകർന്നിരിക്കുന്നു. പണ്ടേ മരിച്ചവർ പോലെ അവരെന്നെ ഇരുളിൽ പാർപ്പിച്ചിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് നാളുകളെ ഓർക്കുന്നു, എന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. ജയിപ്പിക്കണമേ, എന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടത്തിൽ ഉദ്ധരിക്കണമേ. ആദരിഷ്ട പറയണമേ,
ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. അവന്റെ ആത്മവിഭാഗങ്ങൾ മുഴുവൻ ധന്യവാദം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. यदि घर को लंबा बनाए तो बनाने वाले का परिचय होगा। यदि नगर की रक्षा यहोवा न करे तो रखवाले का जागना व्यर्थ होगा। शहर का 8, क्योंकि जो शरीर के लिए बुरा है वो शरीर के द्वारा विनाश की चक्की काटेगा, और जो आत्मा के लिए बुरा है वो आत्मा के द्वारा आदरण എല്ലാവരും എൻ്റെ പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചു പറയുന്നു. എൻ്റെ പരീക്ഷയ്ക്ക് विरोध में छोटी लड़ाई के लिए दुश्मन करो, परंतु ठीक ठाक एक दूसरे को अपने साथ നമുക്കൊരു വചനം വായിച്ച് ആ ചിന്തയിലേക്ക് വന്നിട്ട് അതെ, ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിലുണ്ടായിരുന്നില്ല. എണ്ണപ്പെടുന്ന പ്രാർത്ഥനാ മനുഷ്യരിൽ ആദ്യം എന്ന പട്ടികയ്ക്കകത്ത് വരുന്ന ആൾക്കാരാണ് ഈ ഹന്ന, ഈ നെഹമ്യാവ്, എസ്രാ, ഈ പറയുന്ന പേരുകളൊക്കെ. പ്രമുഖരായ വ്യക്തിയാണ് നെഹമ്യാവ്. ഒന്നാം അധ്യായം വന്ന പ്രാർത്ഥനയിലാണ്. മനസ്സ് തകർന്ന നിലവിളിക്കുന്ന പ്രാർത്ഥന എവിടെയാണ്? പ്രാർത്ഥനയുടെ യാതൊരു ആവശ്യകതയും നെഹമ്യാവിനെ സംബന്ധിച്ചില്ല. വീടിന്റെ വാതിലൊന്നും അല്ല ഇടിച്ചേക്കുന്നത്. അവന്റെ പുരയിടമോ വസ്തുവാണോ വീടോ ഒന്നും അല്ല കത്തിച്ചേക്കുന്നത്. അവന് വീതം കിട്ടിയ ഒരു സ്വത്തുമല്ല നശിപ്പിക്കപ്പെട്ടത്. പിന്നെന്തിനാണ് അവൻ നെഹമ്യാവ് ഇങ്ങനെ കടന്ന് കരയുന്നത്? അവനൊരു അടിമവേല ചെയ്യുന്നവനല്ല, ശ്രേഷ്ഠകരമായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക, നിലവിളിക്കുകയാണ്. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ യെരൂശലേമിൽ ഇല്ലാത്തൊരു കാലം. ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ആ ദേശം വിട്ടു മാറിയപ്പോൾ ആ കാലത്തുണ്ടായ ചില അനർത്ഥങ്ങളെയാണ് 13-ാം അധ്യായത്തിൽ പറയുന്നത്. കർത്താവിനോട് നിന്ന ചില ശുശ്രൂഷക്കാർ, കർത്താവിനോട് ഉപയോഗിക്കപ്പെട്ട ചില വ്യക്തികൾ, അവർ എങ്ങോട്ട് പോയെന്നറിയാമോ? ആ പഴയ സ്ഥലങ്ങളിലേക്ക്, ആ പ്രവൃത്തിയിലേക്ക്, ആ ജോലിയിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക് ചിലർ മടങ്ങിപ്പോയി. സ്വഭാവത്തെ വിട്ട്, നിലത്തെ വിട്ട്, സാമ്പത്തിക നിലവാരത്തെ വിട്ട് അവർ ആലയത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന, ദൈവത്തിന്റെ ശുശ്രൂഷകൾ കൊണ്ട് ഉപജീവനം കഴിച്ചു വന്ന ഈ ലേവ്യർ ഇപ്പൊ എന്ത് ചെയ്തു? അവർ പഴയ വേലയിലേക്കും നിലത്തിലേക്കും മടങ്ങിപ്പോയി. എന്തുകൊണ്ട് സംഭവിച്ചു? പറഞ്ഞേ, ഇങ്ങനെ പിന്മാറ്റത്തിൽ ഈ ജനം പോകാൻ, ഈ ശുശ്രൂഷക്കാർ മടങ്ങിപ്പോകാൻ എന്താ കാരണം? ഇന്ന് രാത്രിക്കാർ നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഇതിന് കാരണം ആരാ? ആരാ ദൈവങ്ങളെ? അയ്യോ, ഞാനാ പ്രാർത്ഥിക്കുന്ന, എന്റെ പ്രാർത്ഥന കുറഞ്ഞു പോയതാണ്. ഈ ദേശം വിട്ട് മാറിയപ്പോൾ എന്ത് ചെയ്തു? ചില പിന്മാറ്റത്തിലേക്ക് പോയി. മധ്യസ്ഥ അണക്കേണ്ടവൻ ആ ദേശത്തു നിന്ന് പോയി കളഞ്ഞു. അവൻ അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അവൻ പ്രാർത്ഥിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന പലരും എന്ത് ചെയ്തു? പിന്മാറ്റത്തിലേക്ക് പോയി. അവൻ കൈത്താങ്ങൽ കൊടുക്കുന്ന പലരും എന്ത് ചെയ്തു? പിന്മാറ്റത്തിലേക്ക് പോയി. ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചും ബലപ്പെടുത്തേണ്ട ചില ദൈവമക്കൾ, ചില അവരുടെ കുടുംബത്തിലുള്ളവർ പിന്മാറ്റത്തിലേക്ക് പോകാൻ കാരണം കുഞ്ഞ നിന്റെ പ്രാർത്ഥന കുറവാ. ദേശത്തുനിന്ന്
പോയപ്പോൾ അവൻ ശബത്ത് നാൾ അശുദ്ധമാണ്. ഈ ശബത്ത് നാളെന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ കാണുന്നു അത് ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട ദിവസമാണ്. അന്ന് യാതൊരു വേലയും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം ആ 7 ദിവസത്തിനകത്ത് ഒരു ദിവസം എന്താണ്? ശബത്ത് നാളാണ്. അന്ന് ഒരുത്തരും സ്വന്തം കാര്യത്തിന് വേണ്ടി പോകാൻ പാടുള്ളതല്ല. അന്ന് അവന്റെ വേലയൊക്കെ നിർത്തി സ്വസ്ഥമായിട്ടിരുന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട സമയമാണ്. ആമേൻ. അന്ന് ആലയത്തിൽ വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയമാണ്. ആമേൻ. അന്നത്തെ ദിവസം എന്ത് ചെയ്തു? ആമേൻ. ശബത്ത് നാളിനെ അശുദ്ധമാക്കി ജനം ആലയത്തിൽ വരാതായി. അന്ന് വരെയില്ലാത്ത ബിസി, 6 ദിവസമില്ലാത്ത ബിസി, 6 ദിവസമില്ലാത്ത തിരക്കുകൾ, 6 ദിവസമില്ലാത്ത യാത്രകൾ, 6 ദിവസമില്ലാത്ത മറ്റു ആഘോഷങ്ങൾ ഈ ശബത്ത് നാളിനകത്ത് ജനങ്ങൾക്കുണ്ടായി. അതിന് പ്രാധാന്യത കൊടുത്ത് പുറത്തേക്ക് പോയി. ആമേൻ. ദൈവത്തിന് കൊടുക്കേണ്ട ദിവസം ദൈവത്തിന് കൊടുക്കാതെയായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് പറയാം, ഒറ്റ കാരണം പ്രാർത്ഥിക്കുന്നവൻ ആ ദേശത്തില്ലാതെ പോയെന്നുള്ളത്. ഈ കാലത്താണ് ഈ ദേശത്ത് ഇതെല്ലാം അനർത്ഥങ്ങളുണ്ടായത്. അത് മധ്യസ്ഥ അടയ്ക്കുന്നവൻ സഭയ്ക്കകത്തില്ലാതെ പോയി, കുടുംബത്തിനകത്തില്ലാതെ പോയി, ദേശത്തിനകത്തില്ലാതെ പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചതറിയാമോ? അവൻ ശബത്ത് നാളുകൾ അശുദ്ധമായി മാറി. ഞായറാഴ്ച ദിവസം ഒരു അവധി ദിവസമായി പ്രഖ്യാപിച്ചു. ആമേൻ. ഞായറാഴ്ച ദിവസം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവധി ദിവസമായതുകൊണ്ട് ഫ്രീ ആയ ദിവസമായതുകൊണ്ട് മറ്റെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു? ആമേൻ സമയങ്ങളും ദിവസങ്ങൾ ഫിക്സ് ചെയ്തു. ഞായറാഴ്ച ഒരു ദിവസം അന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആമേൻ ശബത്ത് നാളിനെ അശുദ്ധമാക്കി ജനം ആമേൻ അങ്ങനെ രീതിയിൽ പോയി മാറുന്ന ഒരു സാഹചര്യം കാലഘട്ടത്തിൽ ഉണ്ടാവും. കാരണം നെഹമ്യാമാരുടെ കുറവാണ് ഇതിന് കാരണം. നമ്മുടെ ആലയത്തിനകത്തും നെഹമ്യാമാരുടെ എണ്ണം കൂടണം. നമ്മുടെ ജീവിതത്തിനകത്ത് നെഹമ്യാവിന്റെ പ്രാർത്ഥന അങ്ങനെയെങ്കിൽ ചില ശബത്ത് നാളെ അശുദ്ധമാക്കുന്ന ഈ ആലയത്തിൽ കടന്നു വരും. ചില പിന്മാറ്റക്കാർ മടങ്ങി വരും. 23-24 വാക്യം. അമോര്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ ഭാഷ സംസാരിക്കാൻ അറിഞ്ഞില്ല. യഹൂദ ഭാഷ സംസാരിക്കാൻ ആരറിയില്ല? അന്നത്തെ തലമുറ അറിയാവുന്നത്. ഇവിടെ സംഭവിച്ച പരാജയം പറയുന്നത് ഈ മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഇവര് കയറി ജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തു. അവിടുന്ന് പുറത്താക്കി ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളെ അറുത്തുമാറ്റി ദൈവ കുഞ്ഞുങ്ങൾക്ക് വചനത്തെ പകർന്നു നൽകി. ഇന്ന് പകർക്കാത്ത നെഹമ്യാമാർ മടങ്ങി വരട്ടെ. ആലയത്തിനകത്ത്, കുടുംബത്തിനകത്ത്, ദേശത്തിനകത്തേക്ക് മടങ്ങി വരുമ്പോൾ ചില തോബിയന്മാരെ പുറത്താക്കി. ആലയത്തിനകത്ത് സന്തോഷം ഉണ്ടാകട്ടെ, ആലയത്തിനകത്ത് വചനമുണ്ടാകട്ടെ. ആലയത്തിനകത്ത് അഭിഷേകത്തിലുള്ള കുഞ്ഞുങ്ങൾ പുറത്തു വരുവാൻ തക്കുന്ന വഴിയായി തീരട്ടെ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവസഭയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ നെഹമ്യാവിന്റെ തലത്തിലേക്ക്, നെഹമ്യാവിന്റെ ആനഭാരത്തിലേക്ക്, ദിവസങ്ങളിൽ ആ പ്രാർത്ഥനാ മനോഭാവത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ ആലയത്തിനകത്ത് ചില കെട്ടിയെടുക്കുവാൻ, പണിതെടുക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മളെ കൊണ്ട് സഹായിക്കും. സാധിക്കും.
അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നമുക്ക് മടങ്ങി വരാം ആ നെഹമ്യാവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം അല്പസമയത്തേക്ക് മാറി നിന്നു. അപ്പോൾ ഉണ്ടായ ചില അനർത്ഥങ്ങൾ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, അതെന്റെ പ്രാർത്ഥന കുറവ്. ഞാൻ അല്പസമയം ക്ഷീണിച്ചു പോയ സമയമുണ്ട്, സമയം പോയിട്ടില്ല. ആ പ്രാർത്ഥനയിലേക്ക്, ദൈവകൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ യുവജനങ്ങൾ ദൈവം ചെയ്യുന്നു. അത്യന്തം പരമാ